ശ്രീ മോൻസ് ജോസഫ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാതെ വന്നിരിക്കുന്ന പ്രതിസന്ധിയിലേക്ക് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. സർ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായി, അവിഭാജ്യ ഘടകമായി നിലകൊള്ളുകയാണ്. സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരും നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചു വരുന്നവരാണ്. സർ, അവർ സമൂഹത്തിൻ്റെ ഭൗതികമായ വളർച്ചയ്ക്കും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളവരാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി 2021 നവംബർ 8 ശേഷം നിയമിതരായ എയ്ഡഡ് അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന ഗുരുതരമായ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. സാർ, അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ തുടർന്ന് ഇവർക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തുണ്ടായ കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും സുപ്രധാനമായ വിധി വന്നത് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ നീതിയുടെ പശ്ചാത്തലത്തിൽ സ്വാഗതാർഹമായ കാര്യമാണ്. സാർ, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് നടപ്പാക്കുന്നതിന് എല്ലാ മാനേജ്മെൻറ്റുകളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റൊക്കെ ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ന്യൂനപക്ഷ മാനേജ്മെൻറ്റുകൾ ഇവരെല്ലാം ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തിട്ടുള്ളവരാണ്. അതോടനുബന്ധിച്ച് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ സഹകരിക്കുമെന്ന് അവരെല്ലാം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ഇപ്പോൾ 3 വർഷത്തിലേറെയായി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, ഇൻക്രിമെൻ്റ് ഇല്ല, സർവീസ് ബുക്കില്ല, ഭാവിയിൽ അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് പ്രതിസന്ധിയിലാകുന്നു. നിയമാനുസൃതമായ അവധി അവകാശങ്ങൾ പോലും അവർക്ക് ലഭിക്കുന്നില്ല. വനിതാ അധ്യാപകർക്ക് ശമ്പളമില്ലാതെ പ്രസവാവധി നിഷേധിക്കപ്പെടുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇതിൻ്റെ അനുബന്ധമായി സംഭവിച്ചിരിക്കുകയാണ്. സർ, ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രശ്നം 2021 ശേഷമുള്ള സ്കൂളുകളിലെ മുഴുവൻ നിയമനങ്ങളും ദിവസവേതന അടിസ്ഥാനത്തിലേക്ക് മാറ്റപ്പെട്ടതിനെ തുടർന്ന് ഈ അധ്യാപകർ ദിവസക്കൂലിക്കാരായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ദിവസക്കൂലിക്കാരായി തരംതാഴ്ത്തപ്പെട്ടിരിക്കുന്ന അധ്യാപകർക്ക് യോഗ്യരായ അധ്യാപകർക്ക് അനുകൂലമായ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. സാർ, ഇവിടെ ഒരു പ്രശ്നം ഞാൻ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാർ, ഇവിടെ NSS മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ കേസിന് പോവുകയുണ്ടായി. കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധിന്യായത്തിൽ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും വിഭാഗങ്ങൾക്കും ഈ വിധിന്യായം നടപ്പാക്കാം എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. 2025 ഏപ്രിൽ 7 ഹൈക്കോടതിയും ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുകയും സർക്കാർ ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് വന്ന് 3 മാസത്തിന് ശേഷം ജൂലൈ 30 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് സുപ്രീം കോടതി ഉത്തരവ് NSS മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണെന്നും മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന നിലപാട് ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. സാർ, ഇതേ തുടർന്ന് കോടതി ചോദിച്ചു. കോടതി വീണ്ടും അധ്യാപകർ കോടതിയിൽ പോയി. കോടതി വീണ്ടും ഇക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറഞ്ഞു NSS വിധിയിൽ പറഞ്ഞിരിക്കുന്ന വിധി സമാന സ്വഭാവമുള്ള മറ്റു മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാവുന്നതാണ് എന്ന് വ്യക്തമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. സാർ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ നിയമനം ഇവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് സാർ ഞാൻ ഉന്നയിക്കുന്നത്. സാർ, ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ഭിന്നശേഷിക്കാരായ അധ്യാപകരുടെ കാര്യത്തിൽ അവരും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇങ്ങനെ കോളിംഗ് അറ്റൻഷൻ നോട്ടീസ് കൊടുത്തപ്പോൾ അവരെല്ലാം വിളിക്കുകയും ബന്ധപ്പെടുകയും ഞങ്ങളൊക്കെ നമ്മുടെ MLA-മായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. സാർ, ഇക്കാര്യത്തിൽ ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം കിട്ടാത്ത നിരവധി പേരുണ്ട്. സാർ, അവർക്ക് നിയമനം കൊടുക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഈ കാര്യം ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ശരിയല്ല. കാരണം ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റും ന്യൂനപക്ഷ മാനേജ്മെന്റുകളും ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഹൈക്കോടതി, സുപ്രീം കോടതി വിധി പ്രകാരം നിയമനം നടത്താൻ കഴിയില്ല. അവിടെ നിയമനം നടത്തണമെങ്കിൽ സഭയല്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളല്ല, ഗവൺമെൻറ്റാണ് ഇടപെടേണ്ടത്. അപ്പോൾ തൊഴിൽ വകുപ്പിൽ നിന്ന് ഇതിനുള്ള ലിസ്റ്റ് കിട്ടണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഇതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റാണ് നിയമനം നടത്തേണ്ടത്. ഗവൺമെൻറ് ഭിന്നശേഷിക്കാരായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിയമനം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അവർക്കുള്ള അർഹതപ്പെട്ട നിയമനങ്ങൾ അവർക്ക് കൊടുക്കണം എന്നുകൂടി സാർ ഈ കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ്. സാർ, അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. സഭാ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.
സാർ, തിരുവനന്തപുരം ലറ്റിൻ രൂപതയുടെ അഭിമുഖനായ ഡോക്ടർ, ഞാൻ ഒറ്റ സെക്കൻഡ് നിർത്താം സാർ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു ഇവിടെ ഭിന്നശേഷിക്കാരായവർക്ക് നിയമനം കൊടുക്കുന്നതിന് എതിരെല്ലാം. സാർ, കേരളത്തിൽ ഇതുപോലെ തന്നെ സഭാ നേതൃത്വം അല്ല അവരുന്നയിച്ചിരിക്കുന്ന വിഷയം ഗവൺമെന്റ് മിനിസ്റ്റർ എന്ന സ്റ്റേറ്റ്മെന്റ് വന്നു. അവരെല്ലാം ഇത് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് മുഴുവൻ അധ്യാപകർക്കും നിയമന അംഗീകാരം കൊടുക്കാനും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആത്മാർത്ഥമായ ഒരു നടപടിയിലേക്ക് വരണം, ഇടപെടൽ നടത്തണം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. സാർ, ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മറ്റുള്ളവർക്കുമുള്ള അവകാശങ്ങൾ തുല്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള നയരൂപീകരണത്തിൻ്റെ ഭാഗമായി വിവിധ സർക്കാർ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിശ്ചിത ശതമാനം സംവരണം ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് ഭിന്നശേഷി സംവരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ 33 പ്രകാരം കാഴ്ച പരിമിതർ, ശ്രവണ പരിമിതർ, ചലനശേഷി പരിമിതർ, സെറിബ്രൽ പാൾസി എന്നീ വിഭാഗത്തിലായി 3% ഭിന്നശേഷി സംവരണം പാലിച്ച് എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും നിയമനം നൽകേണ്ടതായിട്ടുണ്ട്. തുടർന്ന് പുറപ്പെടുവിച്ച RPWD ആക്ട് 2016 സെക്ഷൻ പ്രകാരമാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മുൻമന്ത്രി സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗീയമായിട്ടുള്ള സമീപനം ഈ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ എയ്ഡഡ് മാനേജ്മെൻറ്റിനോടും അതുപോലെ ഗവൺമെൻറ്റിനോടും ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടും തുല്യമായ പരിഗണനയാണ് ഈ ഗവൺമെൻറ് വച്ച് പുലർത്തുന്നത്. സർ, 2016 മുതൽ 2025 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1,12,650 നിയമനങ്ങളാണ് എയ്ഡഡ് മേഖലയിൽ മാത്രം നടത്തിയിട്ടുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. 2016 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലും നിയമനങ്ങളുടെ കാര്യം പറയാനുണ്ട്. ഇതിൽ വിവിധ തസ്തികകളിലുള്ള അവധി ഒഴിവിലെ നിയമനങ്ങളുണ്ട്, അതുപോലെ സ്ഥാനക്കയറ്റ നിയമനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. സ്ഥിരം തസ്തികകളിൽ ശമ്പള സ്കെയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ 36,318 ആണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, 2021 മുതൽ 2025 വരെ LDF സർക്കാർ വകുപ്പിൽ നടത്തിയ അധ്യാപക അനധ്യാപക നിയമനം എന്ന് പറയുന്നത് 60,500 എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. 1,503 ഭിന്നശേഷിക്കാരെ ഈ സർക്കാർ കാലയളവിൽ നിയമിച്ചു. 55 ഭിന്നശേഷിക്കാരുടെ നിയമനം പെൻഡിങ്ങിലുണ്ട്. സാർ, ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഈ എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ നിയമനം, സാധാരണഗതിയിലുള്ള നിയമനത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണല്ലോ. ഞാനിവിടെ വായിച്ചതിൽ ഏതെങ്കിലും ഒരു അംഗീകാരത്തിന് തടസ്സമായി ഗവൺമെൻറ് നിൽക്കുന്നതായിട്ട് അങ്ങ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആയിരുന്നാലും മുസ്ലിം മാനേജ്മെൻ്റ് ആയിരുന്നാലും ഹിന്ദു മാനേജ്മെൻ്റ് ആയിരുന്നാലും വേറെ ഏതെങ്കിലും മാനേജ്മെൻ്റ് ആയിരുന്നാലും നിയമത്തിൻ്റെയും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരേ രൂപത്തിലാണ് സാർ ഇവരെല്ലാവരും ഞങ്ങൾ കാണുന്നത്. സാർ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ എന്തോ ശിവൻകുട്ടിക്കെതിരാണ് എന്നുള്ള ഇത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. അങ്ങ് പറഞ്ഞതിൽ ആ ഒരു സ്വരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാർ, ഞങ്ങൾക്ക് ഇവരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലാണ്. അത് മോൻസി ജോസഫിന് മാത്രമല്ല ഈ തിരുമേനിമാരുമായിട്ടുള്ള അടുപ്പമുള്ളത്. സാർ, ഞാനുമായിട്ട് തിരുമേനിമാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് സാർ. ഇനി ഏതെങ്കിലും പ്രസ്താവന പത്രക്കാർ വളച്ചൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുമേനിമാരുമായിട്ട് സംസാരിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ് സാർ. നമ്മൾ ആവശ്യമില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യാനിയും മുസൽമാനും പിന്നെ ഹിന്ദു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാക്കരുത്. ഇപ്പം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയില്ലേ?
സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി, നമുക്കത് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കാം. പക്ഷേ സുപ്രീം കോടതിയുടെ വിധി മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിചാരിച്ചു നടക്കില്ല. നമുക്ക് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സാർ എല്ലാവരും ആലോചിക്കാം. സാർ അങ്ങൂടെ പറഞ്ഞല്ലോ, അങ്ങൂടെ പറഞ്ഞ് അങ്ങ് എഴുതി തന്ന കത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വനിതാ അധ്യാപകർക്ക് ശമ്പളമില്ലാതെ പ്രസവ ആനുകൂല്യം നിഷേധിക്കുന്നു. സാർ ഈ പ്രസവിക്കണമെന്നുള്ള നിലവാരമാണ് സാർ ഞങ്ങൾക്കുള്ളത്. പ്രസവ ആനുകൂല്യം നിഷേധിക്കണമെന്നുള്ള ആനുകൂല്യം നമുക്കില്ല, അത് അങ്ങേക്ക് അറിയാലോ. അപ്പം എന്ന് മാത്രമല്ല, അങ്ങ് എഴുതി തന്നിരിക്കുന്നത് സാറുമാർ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, അധ്യാപകർ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നതിന് ഇപ്പോൾ മന്ത്രിക്കും ചെയ്യാൻ പറ്റും സാർ, മന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാർ ഞാൻ പറയുന്നത് പിന്നെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, അതുപോലെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഈ രണ്ട് വിധിയിലും നമുക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശം എന്ന് പറയുന്നത് NSS സുപ്രീം കോടതി ചെന്ന് അവരെ പിന്നെ ഭിന്നശേഷിയുടെ നിയമനം നടത്താൻ തയ്യാറാണെന്നും ഞങ്ങളൊരു എഗ്രിമെൻ്റ് വെക്കാൻ തയ്യാറാണെന്നും പറഞ്ഞാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തത്. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം അത് NSSന് മാത്രം ബാധകമാണ് എന്നുള്ളതാണ്. നമുക്ക് അതല്ല, അതൊക്കെ ഒന്നുകൂടെ നിയമോപദേശം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചോദിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കാവുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ മാത്രമാണ് ശ്രീ മോൻസ് ജോസഫ്, ക്വസ്റ്റ്യൻ മാത്രമാണ് സാറേ. ഇപ്പൊ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ ധനകാര്യ വകുപ്പിന്റെ ചർച്ച ഞാൻ അതിൽ പറയാം. ഇത് വെറുതെ പോകാൻ പറ്റില്ല. ഇത് ഒന്നും വേണ്ടി പറയുന്ന 25 വർഷമായിട്ട് ഈ സഭയിൽ അങ്ങ് അങ്ങനെ പറഞ്ഞ വളരെ മോശമായി. ഞങ്ങളൊന്നും അങ്ങനെ പറയാനാണ് നന്നായിട്ട് പറയാനറിയാം, നന്നായിട്ട് സാർ. എന്റെ ചോദ്യം ഞാൻ ബാക്കി കാര്യങ്ങൾ പൊതു ചർച്ചയിൽ പറയാം. സഭയിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം, ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ കോടതി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. വിധി തിരുത്താൻ ഞങ്ങളാരും പറഞ്ഞില്ല, വിധി തിരുത്താൻ പറ്റില്ല. നമുക്കൊക്കെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാലോ. മന്ത്രിക്ക് ആ ബോധം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസ മന്ത്രിയെ സുപ്രീം കോടതിയുടെ വിധി മാറ്റി ആൻസർ ചെയ്തോ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ? ഇത് ആരോപണ പ്രത്യാരോപണത്തിന് സ്ഥലമല്ല. ഇത് നിങ്ങളെപ്പോലെ മുതിർന്ന ആളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണിത്. ചോദിക്കണം. അത് ഒരു മിനിറ്റ്, കോളിംഗ് അറ്റൻഷൻ അറിയാത്ത ആളല്ല അദ്ദേഹം. 25 വർഷം പറഞ്ഞല്ലോ, അതിൽ ഊറ്റം കൊണ്ടല്ലോ. 25 വർഷത്തിന്റെ ഊറ്റം കൊണ്ടും അതിലൊരു ജെന്റിൽനെസ് കാണിക്കണം. അതെ, അതിൽ 25 വർഷം പറയുമ്പോ അതിൽ ഊറ്റം കൊള്ളുമ്പോ അതിനകത്ത് നിൽക്കണം. സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ NSSന് കൊടുത്ത വിധി അത് നടപ്പാക്കി. അതുപോലെ സമാന സ്വഭാവമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്കും ബാധകമാക്കാം. അതിൽ അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ സ്റ്റാൻഡ് അദ്ദേഹം ക്ലാരിഫൈ ചെയ്താണ്. യെസ് മിനിസ്റ്റർ പ്ലീസ്. യെസ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞോളൂ. ശ്രീ കടമ്പള്ളി അവിടെ ഇരിക്കേ, അദ്ദേഹം പറഞ്ഞോളൂ. യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അങ്ങ് പറഞ്ഞോ. യെസ് അങ്ങ് പറഞ്ഞോ. അങ്ങേക്ക് സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം വിവരമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്ന പ്രശ്നമേ ഇല്ല. കാരണം അങ്ങ് ഈ സഭയുടെ സീനിയർ നേതാവാണ്, പിന്നെ അങ്ങ് മന്ത്രിയായിരുന്ന ആളാണ്, കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന ആളാണ്. അങ്ങ് പിന്നെ ആവേശത്തിന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല, അത് അവസാനിപ്പിക്കാം നമുക്ക്. മിനിസ്റ്റർ പ്ലീസ്. ചോദ്യം നിങ്ങൾ ഓൾറെഡി ഉത്തരം പറഞ്ഞതാണ്. അല്ല സാർ, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും മനസ്സിലാക്കിയില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ്. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി ഇറങ്ങിയതിന് ശേഷം
ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സംശയങ്ങൾ മാനേജ്മെന്റിനും ബന്ധപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ടീച്ചർമാരെ കിട്ടാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു കൈപ്പുസ്തകം ഇറക്കിയിട്ടുണ്ട്. 91 ഉത്തരവുകളും സർക്കുലറുമാണ് ഇറക്കിയിട്ടുള്ളത് ഈ പ്രശ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടി. അതിൻ്റെ ഒരു കോപ്പി അങ്ങേക്ക് ഞാൻ തരാം. അങ്ങേക്ക് അതുപോലെ MLA-മാർക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ ഒരു കോപ്പി കൊടുക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ NSS-ന് വിൻസെന്റ്, ഞാൻ വേറെ ഒന്നും വിൻസെന്റ് പറഞ്ഞില്ലല്ലോ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഭിന്നശേഷി സംവരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള അധ്യാപക നിയമനം നടത്തണം. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒന്നുകൂടി ആലോചിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു.